Welcome to Market Strategy, your guide to smart investing. നമസ്കാരം. മാർക്കറ്റ് സ്ട്രാറ്റജീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓപ്ഷൻ ട്രേഡിംഗിലെ വളരെ വ്യത്യസ്തമായ എന്നാൽ ചെറിയ റിസ്കിൽ വലിയ ലാഭം ലക്ഷ്യമിടുന്ന ഒരു സ്മാർട്ട് ഹെഡ്ജിംഗ് സ്ട്രാറ്റജിയാണ് പഠിക്കാൻ പോകുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ 1:5 നൽകുന്ന ഒരു മോഡിഫൈഡ് റേഷ്യോ സ്പ്രെഡാണിത്. ഇന്ന് 2025 ഡിസംബർ 24 സമയം വൈകുന്നേരം 3:30. നിഫ്റ്റി സ്പോട്ട് വ്യാപാരം ക്ലോസിംഗ് ചെയ്തിരിക്കുന്നത് 26,142-ലാണ്. നമ്മുടെ മുന്നിലുള്ളത് ജനുവരി 6 എക്സ്പയറിയാകുന്ന കോൺട്രാക്റ്റുകളാണ്. നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 65 കണക്കാക്കിയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഹെഡ്ജിങ്ങിൽ എൻട്രി എടുത്തിട്ടുള്ള ഓരോ പൊസിഷനുകളും വിശദമായി പരിശോധിക്കാം. സ്ക്രീനിൽ ശ്രദ്ധിക്കൂ. 26,200 കോൾ ഓപ്ഷൻ 156 രൂപ 25 പൈസ പ്രീമിയത്തിൽ ഒരു ലോട്ട് ബൈ ചെയ്തു. 26,450 കോൾ ഓപ്ഷൻ 55 രൂപ പ്രീമിയത്തിൽ 3 ലോട്ട് സെൽ ചെയ്തു. 26,550 കോൾ ഓപ്ഷൻ 32 രൂപ 35 പൈസ പ്രീമിയത്തിൽ ഒരു ലോട്ട് ബൈ ചെയ്തു. 26,600 കോൾ ഓപ്ഷൻ കൂടി ഒരു ലോട്ട് 24 രൂപ 10 പൈസ പ്രീമിയത്തിൽ ബൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത് അഥവാ ടോട്ടൽ റിസീവ്ഡ് ക്രെഡിറ്റ്, അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. നമ്മുടെ ലാഭം തീരുമാനിക്കുന്നത് സെൽ ചെയ്തിരിക്കുന്ന 26,450 കോൾ ഓപ്ഷനാണ്. സാധാരണ ചെയ്യുന്ന പോലെ 1-2 ലോട്ടല്ല, മറിച്ച് 3 ലോട്ടുകളാണ് നമ്മളിവിടെ സെൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രീമിയം 55 രൂപ വെച്ച് 3 ലോട്ടുകൾക്കും കൂടി 165 രൂപ നമുക്ക് ഇങ്ങോട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അഥവാ ടോട്ടൽ പെയ്ഡ് ഡെബിറ്റ് എത്രയാണെന്ന് പരിശോധിക്കാം. ഓരോ ലോട്ട് വീതം 26,200-ന് 156 രൂപ 25 പൈസയ്ക്കും 26,550-ന് 32 രൂപ 35 പൈസയ്ക്കും 26,600-ന് 24 രൂപ 10 പൈസയ്ക്കും. വാങ്ങിയ ഇനത്തിൽ ടോട്ടൽ 212 രൂപ 70 പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള പ്രീമിയമാണ്. ഇനി നമ്മുടെ ട്രേഡിന്റെ യഥാർത്ഥ ചിലവ് അഥവാ നെറ്റ് ഡെബിറ്റ് എത്രയാണെന്ന് കണക്കാക്കാം. നമ്മൾ അങ്ങോട്ട് കൊടുത്ത 212 രൂപ 70 പൈസയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ 165 രൂപ കുറയ്ക്കുക. ബാക്കി 47 രൂപ 70 പൈസ. ഈ 47 രൂപ 70 പൈസ മാത്രമാണ് ഈ ട്രേഡിനായി നമ്മുടെ കയ്യിൽ നിന്നും യഥാർത്ഥത്തിൽ ചിലവാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ കണക്കുകളിലേക്ക് കടക്കാം. ലാഭവും നഷ്ടവും. ആദ്യം ലാഭത്തിന്റെ കാര്യം. മാർക്കറ്റ് നമ്മുടെ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റായ 26,450 എക്സ്പയറി അഥവാ സെറ്റിൽമെന്റ് ചെയ്യുകയാണെങ്കിൽ ലാഭം 202 പോയിന്റോളം വരും. ഈ 202 പോയിന്റിനെ നിഫ്റ്റിയുടെ ലോട്ട് സൈസായ 65 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പരമാവധി ലാഭം 13,150 രൂപയാണ്. ഇനി നഷ്ടസാധ്യത അഥവാ മാക്സിമം ലോസ് എത്രയാണെന്ന് നോക്കാം. നമ്മുടെ നെറ്റ് ഡെബിറ്റായ 47 രൂപ 70 പൈസയെ 65 കൊണ്ട് ഗുണിക്കുക. നമുക്ക് വരാവുന്ന പരമാവധി നഷ്ടം വെറും 3,100 രൂപ മാത്രമാണ്. മാർക്കറ്റ് നമ്മുടെ എതിർദിശയിൽ പോയാൽ പോലും ഇതിൽ കൂടുതൽ 1 രൂപ പോലും നമുക്ക് നഷ്ടം വരില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. റിസ്ക് വെറും 3,100 രൂപയും ലാഭസാധ്യതയോ 13,000-ന് മുകളിലും. ഏകദേശം 1:5 എന്ന മികച്ച റിസ്ക് റിവാർഡ് റേഷ്യോ ഇവിടെ ലഭിക്കുന്നു. ഇനി നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റുകൾ നോക്കാം. അതായത് ഏത് റേഞ്ചിലാണ് നമ്മൾ സുരക്ഷിതർ. ആദ്യം താഴത്തെ ബ്രേക്ക് ഈവൻ. നമ്മൾ ആദ്യം വാങ്ങിയ സ്ട്രൈക്കായ 26,200-ന്റെ കൂടെ നമ്മുടെ ചിലവായ 47 രൂപ 70 പൈസ കൂട്ടുക. അതായത് മാർക്കറ്റ് എക്സ്പയറി സമയത്ത് ഈ 26,248-ന് മുകളിലാണെങ്കിൽ നമ്മൾ ലാഭത്തിൽ കടക്കും. ഇനി മുകളിലത്തെ ബ്രേക്ക് ഈവൻ. നമ്മുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഇത് 26,551 ഇത് നമ്മൾ നിഫ്റ്റി ഓപ്ഷൻസ് കൊണ്ടുള്ള സെമി ബെയറിഷ് ഹെഡ്ജിങ്ങിൽ
വ്യക്തമായി പഠിച്ചതാണ്. അതായത് മാർക്കറ്റ് 26,450 കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ ലാഭം കുറഞ്ഞ് എവിടെ വെച്ചാണ് നഷ്ടത്തിൽ മാറുന്നത്? ഇവിടെ 26,450 ശേഷം ഓരോ പോയിന്റ് മുകളിലേക്ക് പോകുമ്പോഴും നമുക്ക് 2 പോയിന്റ് ലാഭത്തിൽ നിന്ന് കുറയും. നമ്മുടെ മാക്സിമം ലാഭം 202 രൂപ 30 പൈസയാണ്. ഇതിനെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 101 പോയിന്റ് ആകും. ഇത് തീർന്നു പോകാൻ 26,450 നിന്ന് ഏകദേശം 101 പോയിന്റ് കൂടി മുകളിലേക്ക് പോകണം. ചുരുക്കത്തിൽ 26,551 അപ്പർ ബ്രേക്ക് ഈവൻ. 26,248-നും 26,551-നും ഇടയ്ക്കുള്ളതാണ് ലാഭത്തിന്റെ അതിരുകൾ. ഇവിടെ 300 പോയിന്റ് റേഞ്ച് കിട്ടുമെന്നുള്ളതും ഹെഡ്ജ് ചെയ്യുന്നവർക്ക് നേട്ടമാണ്. വരുന്ന 10 ദിവസം കൊണ്ട് മാർക്കറ്റ് മുകളിലും താഴെയും ഒക്കെ പോയിട്ട് ഈ ലെവലിൽ എക്സ്പയറി വന്നാൽ നേട്ടമുണ്ടാക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. എന്തിനാണ് പ്രൊട്ടക്ഷന് വേണ്ടി 26,550 തന്നെ 2 ലോട്ട് എടുക്കാതെ ഒരെണ്ണം 26,600 മാറ്റി സ്പ്ലിറ്റ് ചെയ്തത്? ഇതൊരു തന്ത്രപരമായ നീക്കമാണ്. ഇതിന് പ്രധാനമായും ഒരു കാരണമാണുള്ളത്: നമ്മുടെ റിസ്ക് കുറയ്ക്കുക. 26,550-നേക്കാൾ പ്രീമിയം കുറവാണ് 26,600-ന്. ഇങ്ങനെ ദൂരെയുള്ള വില കുറഞ്ഞ ഒരു സ്ട്രൈക്ക് കൂടി ഹെഡ്ജിനായി തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന പണം അഥവാ നെറ്റ് ഡെബിറ്റ് കുറയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാക്സിമം നഷ്ടം 3,100 രൂപയിലേക്ക് ചുരുക്കാൻ സാധിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓഹരി വിപണിയിലെ ഇത്തരം അറിവുകൾക്കായി മാർക്കറ്റ് സ്ട്രാറ്റജീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.